السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിലെ 7ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയും തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങളെയും അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മൾ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനായ മനുഷ്യന് അവിഭാജ്യ ഘടകമാണ് ക്ഷമ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു, അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വല്ലാത്ത അതിശയം തന്നെയാണ്. ഇദാ അസാബതുഹു സറാഉ ശകറ, അവന് എന്തെങ്കിലും നന്മകൾ കയ്യിൽ വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ അല്ലാഹുവിനെ അവൻ സ്തുതിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും. വഇദാ അസാബതുഹു ളറാഉ സബറ, അതേപോലെ തന്നെ അവന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ എനിക്ക് വിഷമം നൽകിയത് എന്ന് മനസ്സിലാക്കി പരിപൂർണമായി ക്ഷമ അവലംബിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു മുഅ്മിനിന്റെ കാര്യം വലിയ അതിശയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുക. എത്രയോ മഹത്തുക്കൾ ആ രീതിയിൽ വർത്തിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സൈനബ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആളെ അയച്ചുകൊണ്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ സുഖമില്ലാതെ മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചതാകുന്ന ദൂതനോട് തിരിച്ച് അയച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതല്ലേ, അവൻ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന സാന്ത്വനത്തിന്റെ വചനം പറഞ്ഞുവെങ്കിലും സൈനബയുടെ നിർബന്ധ നിമിത്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളുടെ വീട്ടിലേക്ക് തന്റെ കുഞ്ഞുമോനെ, തന്റെ കൊച്ചുമകനെ കാണാൻ വേണ്ടി നിമിതങ്ങൾ വരികയാണ്. നബിയുടെ കൈകളിലേക്ക് ആ പിഞ്ചോമനെ കുട്ടിയെടുത്ത് വെച്ചു കൊടുത്തു. വല്ലാതെ വിഷമിക്കുന്ന ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസ്ഥയിൽ അവസാന ശ്വാസം വലിക്കുന്നതാകുന്ന കുട്ടിയെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. കൂടെ പ്രവാചകനോടൊപ്പം വന്നു ചേർന്നതാകുന്ന ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോടായി ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളും കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ, ഇതൊരു കാരുണ്യത്തിന്റെ കരച്ചിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നതാകുന്ന അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു നൽകുന്നതാണ് ഈ കാരുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യുത്തരം നൽകി ക്ഷമ അവലംബിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പാഠം നൽകുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മക്കൾ വേർപിരിയുമ്പോൾ, നമ്മുടെ ഭർത്താവ് വേർപിരിയുമ്പോൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാദികൾ വേർപിരിയുമ്പോൾ നമ്മൾ അട്ടഹസിച്ചുകൊണ്ട് വിലപിക്കുകയും നെഞ്ചത്തടിച്ച് കരയുകയും പോക്കറ്റ് വലിച്ചു കീറുകയും ശരീരമാസകലം മുറിവേൽപ്പിക്കുകയും ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് വലിയ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജീവിതവും ഈ ചരിത്രവും. ഈ ഒരു ചരിത്രമാവട്ടെ ഇന്നത്തെ സുദിനത്തിൽ ക്ഷമ അവലംബിക്കാനുള്ള ഏറ്റവും വലിയ കൈമുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമാകുന്ന രീതിയിൽ പരിശുദ്ധ ദീനിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ കൃത്യത വെക്കുന്ന സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.